സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ ചോർന്നിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാകുമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി. ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം ഭരണഘടനാപരമാണ്. അയച്ച സന്ദേശങ്ങൾക്ക് രാഷ്ട്രീയ സ്വഭാവമില്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം കോടതി തേടിയതാണ്. ആ വിശദീകരണം നൽകുമ്പോഴാണോ ഇത്തരം കാര്യങ്ങൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്? രേണു, സ്പാർക്കിലെ വിവരങ്ങൾ ചോർന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്പാർക്കിലെ വിവരങ്ങൾ ചോർത്തി സന്ദേശം വായിച്ചു എന്നുള്ള ഹർജി അനുമാനം മാത്രമാണ് എന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഹർജിക്കാർക്ക് ഇക്കാര്യത്തിലുള്ള വ്യക്തതയില്ല. വിവരങ്ങൾ ചോർന്നതായിട്ടുള്ള രേഖകളോ ഒന്നും പുറത്തു കൊണ്ടുവരാനോ അതിന് തെളിവുകൾ കൊണ്ടുവരാനോ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരമൊരു ഹർജി എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തി വാട്സ്ആപ്പ് സന്ദേശം അയക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയതെന്നുള്ള കാര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം നൽകിയത്. ഈ വിവരങ്ങൾ ചോർത്തി എന്നുള്ള കാര്യത്തിൽ എതിർത്ത് തന്നെയാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിയുള്ളത്. അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതിയിൽ സർക്കാർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യമോ ഇതിന് ഈ മെസ്സേജുകൾ അയച്ചതിനില്ല. മാത്രമല്ല, വിവര ചോർച്ചയ്ക്ക് സാങ്കേതികമായ തെളിവുകളില്ല എന്നും കോടതിയിൽ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ബജറ്റിൽ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ ജീവനക്കാരെ അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അത് ഇത്തരം ജീവനക്കാർക്ക് മുഖ്യമന്ത്രി ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഡാറ്റ ചോർന്നിട്ടില്ല എന്നതാണ് സർക്കാർ ഇപ്പോൾ കോടതിയെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡാറ്റ ചോർന്നു എന്നത് ഒരു അനുമാനം മാത്രമാണ് എന്ന് പറയുന്നു. എന്തായാലും ഡാറ്റ ചോർന്നിട്ടില്ല, വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാകുമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഹർജി എന്ന് പറയുന്നു. ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം അയക്കുന്നത് ഭരണഘടനാപരമാണ് എന്ന കാര്യവും സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഡാറ്റ ചോർച്ചയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വ്യക്തിവിവരങ്ങൾ തെരഞ്ഞെടുപ്പിനായി ദുരുപയോഗം ചെയ്തു. ഡാറ്റ മോഷണം നടന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ സ്ത്രീകളുടെ വിവരങ്ങളും ചോർന്നു. മുഖ്യമന്ത്രിയുടെ OSD ഗുരുതര ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനം നടത്തിയെന്നതാണ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നത്. ഡാറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. മുഖ്യമന്ത്രി ചെയ്തത് ഗുരുതര ക്രിമിനൽ കുറ്റമാണ്. സൈബർ തട്ടിപ്പുകാരുടെ കയ്യിൽ വിവരങ്ങൾ കിട്ടുന്നത് ഗുരുതരമാണ് എന്നും ചെന്നിത്തല പറയുന്നു. സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാനുള്ള ഉത്തരവിന്റെ പകർപ്പും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പ്രവർത്തിക്കുന്ന ശ്രീറാം സാംബശിവ റാവു അതിഗുരുതരമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത് അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അതിവിചിത്രമായ സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തിട്ടുള്ള മുഴുവൻ സ്ത്രീകളുടെയും വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ ചോർത്തിയെടുക്കുകയാണ്. യാതൊരു മുൻകരുതലുകളുമില്ലാതെ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന നഗ്നമായ ഡാറ്റ ലംഘനം, ഡാറ്റ മോഷണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.